മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് എല്ലാവരും മടങ്ങുകയാണ്. ചരിത്ര പ്രസിദ്ധമായ സംഭവം ഖായിദെ മില്ലത്ത് സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം അപ്പോൾ ആ കാഴ്ചകളാണ്, മടങ്ങുന്ന കാഴ്ചകൾ. ഇൻഡിഗോ, ഡൽഹിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ഇൻഡിഗോ വിമാനം നിറയെ ഏകദേശം നമ്മുടെ പാർട്ടി പ്രവർത്തകരാൽ സമ്പന്നമായിരുന്നു. ആ കാഴ്ചകളിലൂടെ നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്ന വാർത്താ പരമ്പര അവസാനിക്കുകയാണ്. ഇൻഡിഗോ ഫ്ലൈറ്റിൽ നിന്നും കമാൽ വരെ. ഡൽഹിയിലെ ദേശീയ സമ്മേളനത്തിന് ശേഷം ഇൻഡിഗോ എയർലൈൻസിൻ്റെ വിമാനത്തിൽ ബഷീർക്ക ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മടങ്ങുകയാണ്. എന്തായാലും ഏറ്റവും വലിയ ഒരു സമ്മേളനം കഴിഞ്ഞ് ഡൽഹിയിൽ ഒരു ആസ്ഥാന മന്ദിരം എന്നുള്ള വലിയ ചരിത്ര മുഹൂർത്തത്തിന് ശേഷം ജീഷാൻ ഉൾപ്പെടെ ഞങ്ങളൊക്കെ മടങ്ങുകയാണ്. എല്ലാവരും ഉണ്ട്. മജീദ് സാഹിബുണ്ട്, ഷംസുക്ക, അങ്ങനെയൊക്കെ എല്ലാവരും വലിയ സമ്മേളനത്തിന് ശേഷം. റസാഖ് മാഷാണ് ഇതിനെ നയിക്കുന്ന ഒരാൾ. സമ്മേളനത്തെ കുറിച്ചൊരു 2 വാക്ക് മാഷ് പറഞ്ഞാൽ നന്നായി. അവിടേക്ക് അതാ കൊടുത്തുകൊടുക്കുക, പറഞ്ഞോളെ. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണ അധ്യായമാണ് ഉദ്ഘാടനത്തോടെ നിർവഹിച്ചത്. ഒരുപാട് കാലത്തെ സ്വപ്നങ്ങൾക്ക് ചരഞ്ഞിരിച്ച് മറന്നുയർന്നപ്പോൾ അനന്തപുരിയിൽ മുസ്ലിം ലീഗിൻ്റെ ഹരിത പതാകത്തിൽ കാവലാളാകാൻ ആയിരക്കണക്കിന് ആളുകളാണ് വന്നിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി ഏറ്റവും ഹൃദയഭാഗത്ത് സ്ഥലം കണ്ടെത്തി മനോഹരമായ ഓഫീസും അതിനോടനുബന്ധമായ എല്ലാ സംവിധാനങ്ങളിലും നമ്മുടെ ഭാരതത്തിലെ സമുദായത്തിനും അതുപോലെ സമൂഹത്തിനും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ് സമ്മാനിച്ചത്. എല്ലാവരും ഉണ്ട്. ഹംസക്ക, ഉമർ പാണ്ഡികശാല. ഉമർക്ക് എന്തൊക്കെ പറയുന്നോ നമ്മുടെ സമ്മേളനത്തെക്കുറിച്ച് 2 വാക്ക്? അടിപൊളി. പറക്കൽ അസാധ്യമായത് സാധ്യമാക്കി എന്നാണ്. KP ഉണ്ട്, അലിക്കുട്ടിക്ക. ഉദ്ഘാടന സെഷന് ശേഷം പ്രഥമമായി വേൾഡ് KMCC യോഗം ചേർന്നു എൻ്റെ കൂടെ. ഇൻഷാ അല്ലാഹ്. ഇല്ല ബാവൂർ, മർമാഷ് എല്ലാവരും ഉണ്ട്. സാഗർ, സമ്മേളനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ മീഡിയ ടീമൊക്കെ അടിപൊളിയാക്കിയില്ലേ? ഇൻഷാ അല്ലാഹ്. ധൈര്യത്തിൽ പറഞ്ഞോളൂ. STUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തോമസ് സാഹിബ് പറയും, 2 വാക്ക് പറയും. സമ്മേളനം വളരെ അഭിമാനത്തോടു കൂടി തിരിച്ച് ഡൽഹിയിൽ നിന്ന് മടങ്ങി പോരുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാന മന്ദിരം ഒരു ചിരകാല സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷിയാവാൻ വലിയ നേട്ടം ഇല്ലേ? ഇൻഷാ അല്ലാഹ്. യെസ്, അവിടെ പ്രവർത്തകന്മാരെല്ലാം നിറഞ്ഞു. അതെ. ഏതായാലും ഇൻഡിഗോ
ഫ്ലൈറ്റിൽ നിന്ന് ചന്ദ്രിക എന്ന വലിയ പ്രസ്ഥാനത്തിന് വേണ്ടി പറയാനുള്ള ഒരേ ഒരു കാര്യം, 1948 മാർച്ച് 10 ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ചെന്നൈയിലെ രാജാജി ഹാളിൽ തുടക്കമിട്ട ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം 2025 എത്തി നിൽക്കുമ്പോൾ ദേശീയ തലസ്ഥാനത്ത് ഏറ്റവും മനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം സ്ഥാപിച്ചു. ആ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിനായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. ആ സമ്മേളനത്തിൻ്റെ വൻ വിജയത്തിന് ശേഷം അതേ അഭിമാനത്തോടു കൂടി, അതേ സന്തോഷത്തോടു കൂടി എല്ലാവരും നാട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ്. എന്തായാലും 77 വർഷം പിന്നിടുന്ന പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ നേട്ടം, ഈ ചരിത്ര നേട്ടം കൂടുതൽ ശക്തിയുക്തം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇൻഡിഗോ എയർലൈൻസിൽ നിന്നും ചന്ദ്രികയ്ക്ക് വേണ്ടി കമാൽ.